ഒരു കാര്യം, ഈ ആനയുടെ കൊമ്പ് അത് ചെത്തി മിനുക്കിയതിന് ശേഷം ലഭിച്ച അവശിഷ്ടങ്ങൾ അതെല്ലാം കൂടി കൂട്ടി ഏതാണ്ട് 500-ലധികം കിലോ കാണുന്നില്ല. എത്ര സരസമായിട്ടാണ് അതിൽ ഒരു രീതിയിലുമുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകാതെ പോകുന്നത്. കാണുന്നില്ല. പുന്നത്തൂർ കോട്ടയിലെ ആനകളുടെ ഇത്തരം ഈ കൊമ്പ് ചെത്തി ഉണ്ടാക്കിയ അവശിഷ്ടങ്ങൾ കൂട്ടി 500 കിലോയിലധികം കാണുന്നില്ല. ശ്രീ വെങ്കടാചലം, ഈ സിസ്റ്റത്തിൽ ടോപ്പ് തൊട്ട് ബോട്ടം വരെ ഉള്ള ഉദ്യോഗസ്ഥർ അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനായിട്ട് മറന്നു പോവുകയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ബാധ്യതയുള്ള മേലുദ്യോഗസ്ഥന്മാർ അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഭൂമിയിലൊരു സ്ഥലത്തും വിൽക്കാൻ പാടില്ല എന്ന് അന്താരാഷ്ട്ര നിയമം നിലനിൽക്കുന്ന ആനക്കൊമ്പ് 100-ലധികം കിലോ കാണാണ്ടായി എന്ന് പറയുന്നത്. ഈ സ്വർണം ഇവർ കക്കണത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർണം വിൽക്കാൻ നിയമമുണ്ട്. പിടിച്ചു കഴിഞ്ഞാലും സ്വർണം കട്ട് കഴിഞ്ഞാൽ ജാമ്യം കിട്ടും. പണം കട്ടാലും പണം തിരിച്ചു വയ്ക്കാൻ വകുപ്പുണ്ടാക്കിയാൽ ജാമ്യം കിട്ടും. ഇനി ഈ ജാമ്യം കിട്ടുമ്പോൾ അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ജാമ്യം കിട്ടുമ്പോൾ ഈ ആനക്കൊമ്പ് എന്ന് പറയുന്ന ഐറ്റം ആന ഒഴികെ ബാക്കിയുള്ളവരാരും ധരിക്കരുതെന്ന് അന്താരാഷ്ട്ര നിബന്ധന നിലനിൽക്കുന്ന ഒരു സാധനമാണ് ഈ ആനക്കൊമ്പ്. ഈ സൈറ്റിസ് ട്രീറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഉടമ്പടിയുണ്ട്. കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ വൈൽഡ് ലൈഫ് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടൊരു ഉടമ്പടിയാണ്. അതിലൊപ്പിട്ടിട്ടുള്ള 140ഓളം രാജ്യത്തിലത്തെ പ്രധാന രാജ്യമാണ് ഇന്ത്യ. ഈ ആനക്കൊമ്പ് ആന മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നും ആനക്കൊമ്പ് സർക്കാർ മാത്രമേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ എന്നും അത് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടു നടക്കുകയോ യാത്ര ചെയ്യുകയോ പാടില്ല എന്നും നിലവിലുള്ള നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ഈ ആനക്കൊമ്പ് നിരവധി പ്രാവശ്യം കാണാണ്ടായിട്ട് അതിൻ്റെ മുകളിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ ആനക്കൊമ്പ് അന്വേഷണം നടത്തുമ്പോൾ ഇവർ കുറേ ആൾക്കാരൊക്കെ പിടിച്ചിട്ട് 90 ദിവസം ജയിലിടും. അത് കഴിഞ്ഞിട്ട് ഇത് പരിശോധിച്ചിട്ട് പറയും ഈ പിടിച്ച സാധനം ആനക്കൊമ്പല്ല എന്ന് പറയും. ഈ ആനക്കൊമ്പാണോ അല്ലയോ എന്ന് പറയാനായിട്ട് കേന്ദ്ര സർക്കാർ അക്രഡിറ്റേറ്റഡ് ഏജൻസി ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കേന്ദ്രം ഹൈദരാബാദിലുള്ള സെൻറ്റർ ഫോർ മോളിക്കുലാർ ബയോളജിയാണ്. അവിടേക്ക് കേരള വനംവകുപ്പ് ഒരു ആനക്കൊമ്പിൻ്റെ വർഷവും പരിശോധനയ്ക്ക് അയക്കാറില്ല. ഇവിടെ പിടിച്ചിട്ടുള്ള ആനക്കൊമ്പ് കേസിൽ ആരെയും ഇതുവരെ 72 മുതൽ ശിക്ഷിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഭരണപക്ഷത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ആളുകളാണ് കാലാകാലങ്ങളായിട്ട് ആനക്കൊമ്പ് കടത്തി കൊണ്ടുപോയിട്ട് വിൽക്കുന്നത്. ഈ വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സൗത്ത് ഇന്ത്യയിലത്തെ ആനക്കൊമ്പുകൾ പോകുന്നത് രാമേശ്വരം വഴി സമുദ്രത്തിൽ കൂടെയാണ്. ഇത് കൊണ്ടുപോകാനായിട്ട് എളുപ്പം കൊച്ചി കൂടെയാണ്. കൊച്ചിയിൽ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോൻ്റെ ഒരു ഓഫീസുള്ളതുകൊണ്ട് ആ വഴിക്ക് കടത്തില്ല. തിരുവനന്തപുരം വഴിക്ക് ഇത് ഇഷ്ടംപോലെ പോകുന്നുണ്ട്. ഈ ആനക്കൊമ്പ് ഇവരെടുത്തിട്ട് പൊടിച്ചിട്ട് അത് പൗഡറാക്കിയിട്ടാണ് ഇത് മാറ്റണമെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഗണേശ മന്ത്രി ഇരുന്നപ്പോൾ 21 കാട്ടാനകളെ എടമലയാറ് പൂയംകുട്ടി മതികെട്ടാൻ മേഖലയിൽ കൊന്നൊടുക്കി എന്ന ഒരാൾ വന്നിട്ടൊരു വനംവകുപ്പ് ഓഫീസിൽ വന്നിട്ട് മൊഴി കൊടുത്തപ്പോൾ ഈ മൊഴിയെടുത്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത വനംവകുപ്പ് പിന്നീട് അതിലൊന്നും ചെയ്തിട്ടില്ല. 21 ആനകളെ കൊന്നു എന്ന് പറയുന്ന മൊഴി വെച്ചിട്ട് ഒരാനയുടെ കൊമ്പ് മാത്രമാണ് കണ്ടെടുത്തിട്ടുള്ളത്. ആ കേസ് അന്വേഷണം നടക്കുമ്പോൾ ഗണേശൻ വേറെ ചില പ്രശ്നങ്ങളാൽ അയാൾ രാജിവെച്ചു. തിരുവനന്തപുരം രാധാകൃഷ്ണൻ ചാർജ് എടുത്തു. എടുത്തിട്ട് ഈ ആനക്കൊമ്പിൻ്റെ അന്വേഷണം വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോവിനെ കൊണ്ട് നടത്തിക്കണമെന്ന് തീരുമാനം എടുത്തിട്ട് ഇപ്പോൾ 8 കൊല്ലം കഴിഞ്ഞു, ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഗുരുവായൂർ ദേവസ്വത്തിലത്തെ ആനക്കൊമ്പുകൾ ശരിക്കും അന്വേഷിക്കേണ്ടത് 72 മുതൽ 2003 വരെ ഉണ്ടായിരുന്ന സമയത്ത് ചെത്തിയിട്ടുള്ള കൊമ്പുകളും ചത്തുപോയ ആനകളുടെ കൊമ്പുകളും ഈ അതത് കൈവശക്കാരുടെ കയ്യിൽ അമ്പലക്കാരുടെ കയ്യിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അമ്പലം വ്യക്തികളും ആനയെ കൈവശം വെച്ചാൽ 72 മുതൽ 2006 വരെ അതത് ആൾക്കാരുടെ കൈവശമാണ് വനംവകുപ്പിന് വേണ്ടി സൂക്ഷിക്കാൻ വെച്ചിരുന്നത്. ഈ 2006 ബിനോവിഷം വന്നപ്പോഴാണ് 2003 വൈൽഡ് ലൈഫ് സ്റ്റോക്ക് ഡിക്ലറേഷൻ റൂള് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ
ഈ ചത്തുപോയ ആനകളുടെ കൊമ്പുകളും ചെത്തിയ ആനകളുടെ ജീവനുള്ള ആനകളുടെ കൊമ്പുകളും സൂക്ഷിക്കാനായിട്ട് വനം വകുപ്പ് തീരുമാനിച്ചത്. അപ്പൊ ഇവരിപ്പോ ഈ പറയുന്ന എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ഈ ഗുരുവായൂർ അമ്പലത്തില് ഈ ഗണപതി കാര്യാലയം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയാണ് പണ്ട് ഈ ആനക്കൊമ്പുകളും വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിരുന്നത്. ആ സ്ഥലത്ത് ഇപ്പൊ വേറെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ആ സൂക്ഷിപ്പ് കേന്ദ്രമൊക്കെ അവിടുന്ന് മാറ്റി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് 72 മുതല് അവരുടെ കയ്യിലുള്ള ആനക്കൊമ്പുകൾ കംപ്ലീറ്റ് 2018 2019 അവര് എവിടേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്.